ഇപ്പോൾ കേരള വിഷൻ ന്യൂസിലൂടെ ഒരു പ്രേക്ഷക നമ്മോട് പ്രതികരിക്കുകയാണ്. ഗീത എന്നാണ് ആ പ്രേക്ഷകയുടെ പേര്. എവിടെ നിന്നാണ് ഗീത സംസാരിക്കുന്നത്? ഏത് ജില്ലയിൽ നിന്നാണ്? കാസർഗോഡ്. VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചോളൂ. പിന്നെ എൻ്റെ അമ്മ, ഞങ്ങളിപ്പോൾ കാസർഗോഡാണെങ്കിൽ എൻ്റെ അമ്മ പിന്നെ കോട്ടയംകാരിയാ. അപ്പം പുന്നപ്ര സമരകാലത്ത് പിന്നെ അമ്മയും ആ സമരത്തിൽ പങ്കെടുത്ത ഒരാളായിരുന്നു. അപ്പം VS എന്ന ആ വലിയ മനുഷ്യനെ കുറിച്ച് ചെറുപ്പം മുതലേ പറഞ്ഞ് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഒരുപാട് ആൾക്കാർ നിൽക്കുന്നതിനിടയ്ക്ക് എന്തോ ഒരു മുജ്ജന്മ ബന്ധം പോലെ എൻ്റെ മുഖത്തേക്ക് നോക്കി നന്നായിട്ടൊന്ന് ചിരിച്ചു. ഇന്നും മനസ്സിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്, എങ്കിലും ഇന്നും ആ ചിരി എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഞങ്ങള് അമ്മ പിന്നെ വലിയൊരു പിന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കാരിയും അമ്മ ഒരു പിന്നെ കലാകാരിയും കൂടിയാ. നന്നായിട്ട് നാടകം, കഥാപ്രസംഗം ഇതൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ആളാ. അപ്പൊ അതുകൊണ്ട് പിന്നെ മനസ്സിലെന്നും ആ ഇടതുപക്ഷത്തോടുള്ള ഒരു ചായ്വൽ ഉള്ളത് കൊണ്ട് VS എന്ന ആ രണ്ടക്ഷരം ആ വലിയൊരു മനുഷ്യനെ ഹൃദയത്തിലേറ്റിയിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറക്കി കൊണ്ടുവന്ന നിമിഷം മുതൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് വരെ ടിവിയുടെ മുമ്പിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. വാക്കുകൾ പറയാൻ പറ്റുന്നില്ല, അത്രത്തോളം ഇഷ്ടമാണ് അദ്ദേഹത്തെ. അദ്ദേഹം ജീവിച്ച ഈ നൂറ്റാണ്ടില് എനിക്കും ജനിക്കാൻ സാധിച്ചത് ഒരു മഹാപുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വിചാരിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സമര പോരാളിയാണ് VS എന്ന ആ വലിയ മനുഷ്യൻ. അദ്ദേഹത്തെ എത്ര കണ്ട് എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ട് ഇപ്പൊ മഹാത്മജിയെ പോലെ അദ്ദേഹത്തെ കേരളം ഒരിക്കലും ഒരു കാലത്തും ഒരു കുട്ടികളും ഇനി വരുന്ന തലമുറ പോലും മറക്കാൻ വഴിയില്ല, മറക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. ഇന്നലെ മുഴുവനും ഞാൻ രാത്രി മൊത്തം ടിവിക്ക് മുമ്പിലായിരുന്നു. അവിടെ വന്ന് കാണാനോ പറ്റുന്നില്ല. ടിവിയിലൂടെ അദ്ദേഹത്തെ കുറെ സമയം നോക്കിയിരുന്നു. ഗീത എന്ന പ്രേക്ഷകയാണ് കാസർഗോഡ് നിന്ന് നമ്മോട് സംസാരിച്ചത്. വളരെയധികം നന്ദിയുണ്ട് ഗീത. ഇതേപോലെ മറ്റ് പ്രേക്ഷകർക്കും ഉടനീളം ഇന്ന് കേരള വിഷൻ ന്യൂസിലൂടെ VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാം. ഡി ബിനോയിലേക്ക് നമ്മൾ പോകുന്നു. ഡി ബിനോയ്, ഇനി ഏതൊക്കെ രീതിയിലാണ് ഈ പൊതുദർശനത്തിൻ്റെ തുടർച്ച? എത്ര മണിയോടുകൂടി പൊതുദർശനം സമാപിക്കാൻ സാധ്യതയുണ്ട്? നീണ്ടുപോകാൻ സാധ്യതയുണ്ടോ? അതിനുശേഷമുള്ള വിലാപയാത്രയുടെ പോയിന്റുകൾ എങ്ങനെയൊക്കെയാണ് ഡി ബിനോയ്? പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നത് സമയക്രമം പാലിച്ച് തന്നെ നടപടിക്രമങ്ങൾ നടത്തും എന്നുള്ളതാണ്. കാരണം ഏകദേശം നല്ല ദൂരം ഉണ്ട്